ഏറ്റവും വലിയ ഹിന്ദി ഭൂമിയായി ബിജെപി സഖ്യം വിലയിരുത്തുന്ന യുപിയിൽ മഹാസഖ്യം വീണ്ടും എത്തുമ്പോൾ തകരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം പ്രധാനമന്ത്രി മോഹം. മായാവതി അഖിലേഷ് സഖ്യവുമായി മത്സരിച്ചാൽ ബിജെപി 10 സീറ്റിൽ മാത്രമായി ചുരുങ്ങുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 25 വർഷത്തിനു ശേഷമാണ് യുപിയിൽ എസ്പിയും ബിഎസ്പിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേവലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാവില്ല ഈ സഖ്യമെന്ന് മായാവതി തന്നെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരെ പോരാടാൻ ഒരുമിച്ച് മായാവതിയും അഖിലേഷ് യാദവും രംഗത്ത് വന്നപ്പോൾ തകരുന്നത് മോദിയുടെ സ്വപ്നങ്ങളാണ്. ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മായാവതി സഖ്യം പ്രഖ്യാപിച്ചത്. സഖ്യം പുതിയ രാഷ്ട്രീയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുമെന്ന് മായാവതി പറഞ്ഞു. എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കും. പ്രഖ്യാപനം അമിത്ഷായുടെയും മോദിയുടെയും ഉറക്കം കെടുത്തുമെന്നും അവർ പറയുന്നു. 2009 പൊതു തെരഞ്ഞെടുപ്പിൽ 116 സീറ്റ് മാത്രമുണ്ടായിരുന്ന ബിജെപിയെ 2014 284 സീറ്റിലേക്ക് ഉയരാൻ സഹായിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായ എസ്പി സമാജ്വാദി ഭിന്നിപ്പും കോൺഗ്രസിനോടുള്ള എതിർപ്പും ബിജെപിക്ക് ഗുണകരമായി. 71 സീറ്റ് ലഭിച്ച ബിഎസ്പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ 2014 ബിഎസ്പിക്ക് 34 സീറ്റും എസ്പിക്ക് 36 സീറ്റുമാണ് ലഭിച്ചത്. ഇരു വോട്ട് ബാങ്കുകളും ഒന്നിക്കുന്നതോടെ നിലവിലെ വോട്ട് ഷെയർ അനുസരിച്ച് ബിജെപിക്ക് 40 മുതൽ 50 വരെ സീറ്റുകൾ വരെ 2019 നഷ്ടമാകും. 2009 സമാനമായി 10 സീറ്റിൽ ഒതുങ്ങേണ്ടി വരും. ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്ര വിഷയത്തിലൂടെ ബിജെപി ആഞ്ഞടിച്ച 1993 അതിന് തടയിട്ടത് അക്കാലത്തുണ്ടായ ബിഎസ്പി എസ്പി സഖ്യമായിരുന്നു. 1993 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിച്ച ബിഎസ്പിക്ക് 164ഉം എസ്പിക്ക് 256 സീറ്റും ലഭിച്ചു. അന്ന് പാർട്ടി അധ്യക്ഷനായിരുന്ന മുലായം സിംഗ് യാദവ് മുഖ്യമന്ത്രിയായി. പക്ഷേ 18 വർഷത്തിനു ശേഷം സഖ്യം പിളർന്നു. ഇത്തവണ മായാവതിയെ ഉയർത്തിക്കാണിച്ചാണ് എസ്പി സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബിഎസ്പി അധ്യക്ഷ മായാവതിയെ ബിജെപി നേതാവ് അധിക്ഷേപിച്ചെന്ന് മനസ്സിലുദിച്ചതാണ് ഉത്തർപ്രദേശിലെ എസ്പി ബിഎസ്പി സഖ്യമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വ്യക്തമാക്കി. മായാവതിയെക്കുറിച്ച് ബിജെപി നേതാക്കൾ അശ്ലീല പരാമർശം നടത്തിയെന്ന് എന്റെ മനസ്സിലുദിച്ചതാണ് ഈ സഖ്യം. ആ നേതാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം ബിജെപി അവർക്ക് വലിയ മന്ത്രിസ്ഥാനം നൽകി. ഇന്നു മുതൽ എല്ലാ സമാജ്വാദി പ്രവർത്തകരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. മായാവതിജിയെ അനാദരിക്കുന്നത് എന്നെ അനാദരിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് അഖിലേഷ് വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ മായാവതിയെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും അഖിലേഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.